എന്തായാലും ഇത് ഈ 2 ദിവസം നിൽക്കുന്ന ഈ ശില്പശാലയുടെ പേര് തന്നെ വളരെ കൗതുകമായ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. സ്വരങ്ങളുണ്ട്. സ്വരങ്ങൾ മാത്രമല്ല, അതിനൊരു താളബോധവും ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഇത്തരം ശില്പശാലകൾക്ക് ഏറ്റവും ഉണ്ടാകുന്നത് അതും ഈ താളബോധം തന്നെയാണ്. രാജാവ് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒരിക്കലും കാറിൽ യാത്ര ചെയ്തപ്പോൾ ഈ താളബോധത്തെ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്, സാധാരണ കാറിലെ ഏറ്റവും മുമ്പിൽ ചില ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കും. ഇങ്ങനെ പലതരം കണ്ടിട്ടുണ്ട്. അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു വാച്ചിൻ്റെ ക്ലോക്ക് വെച്ചിരിക്കുന്നു. അതൊരു ടൈമിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതും ഈ താളബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനത്തെ ബോധമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നാളെയുടെ ഒരു പ്രതീക്ഷയായിട്ടും ഇന്നിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ അളക്കുന്ന ഒരു നിശ്ചിത ക്രമം എന്ന് പറയുന്നത്. വളരെ സന്തോഷം.